ഫ്രണ്ട്സ്, മൈ ഡ്രീം മലയാളം ടെക് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്നൊരു ഈ ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ റോക്കറ്റ് പോലെ ഇരിക്കുകയാണെങ്കിൽ സംഭവം വാക്യൂം ക്ലീനർ ആണ്. നമുക്ക് 25 രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു വാക്യൂം ക്ലീനറാണിത്. നമ്മളിത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം നമ്മുടെ തെർമോക്കോളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ബാലൻസ് വരുന്നത് നമുക്ക് പാറിപ്പറന്നൊക്കെ പോകുന്നത്, നമ്മൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പാറിപ്പറന്ന് പോകും. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി നമുക്കൊന്ന് നീക്കിയടിപ്പിക്കാൻ നമ്മളൊരു ചൂലിൻ്റെ സഹായത്തോടെ നമ്മളതെല്ലാം നീക്കിയടിപ്പിക്കത്തില്ല. ആ ഒരു സമയത്ത് വല്ല കാറ്റെങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും പാറിപ്പറന്ന് പോകും. അപ്പം അതൊക്കെ ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള പണികളാണ്. അപ്പം നമുക്ക് ഇതേപോലെ കുഞ്ഞ് വാക്യൂം ക്ലീനർ വെച്ചിട്ട് നമുക്ക് ആ ഒരു പൊടിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വാക്യൂം ക്ലീനർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ വേണ്ട നമ്മുടെ വാക്യൂം ക്ലീനർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കുപ്പിയുടെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പം ഈ ഒരു കുപ്പി വേണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളൊരു മോട്ടറിൻ്റെ ലീഫും അതേപോലെ തന്നെ സ്വിച്ചും കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി നമ്മളൊരു കിറ്റ് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് ഓട്ടോമിക്ക എല്ലാ കടകളിലും ഇപ്പം ഈ സാധനം കിട്ടി വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയാണ്. ഇത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ച്, പിന്നെ നമ്മുടെ ഒരു മിനി മോട്ടർ, പിന്നെ 9 വോൾട്ട് ബാറ്ററി കണക്ഷൻ ചെയ്യാനുള്ള ഒരു ക്ലിപ്പ്, അതേപോലെ തന്നെ ഒരു ഫാൻ. അപ്പോൾ നമുക്ക് ഇത്ര സാധനമാണ് ഈ ഒരു കിറ്റിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു തടിക്കഷ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി കണക്ഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് വയർ, പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി. അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് പോകും. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഫസ്റ്റ് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോട്ടിലെ അടപ്പ് നമ്മൾ നീക്കം ചെയ്തെടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നെറ്റാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ബോട്ടിലിന് ചുറ്റുവാണെങ്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ് എടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. നമ്മുടെ നെറ്റ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാലൻസ് നിൽക്കുന്ന നെറ്റെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒരു കത്രി വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കെയിലിലേക്ക് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ സ്കെയിലിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒട്ടിച്ച് കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചേക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചം കൂട്ടിക്കുക. നമ്മുടെ ബോട്ടിൽ ഒട്ടിച്ചു. അതേപോലെ തന്നെ നമ്മുടെ മിനി മോട്ടർ ആണെങ്കിൽ നമ്മുടെ കുറച്ച് വയർ നമ്മളിപ്പം ഈ 2 ലെഗിലേക്ക് നമ്മളിപ്പോൾ കണക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിനി മോട്ടറിലേക്കാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാൻ ആണെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഈ തെർമോക്കോൾ നമ്മൾ എന്തിനാണ് ഒട്ടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടർ ഇതേപോലെ വെച്ചിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ തറയിലാണെങ്കിൽ നമ്മുടെ സ്കെയിലാണെങ്കിൽ ഇടിക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഇതേപോലെ വെക്കാനാണെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു തെർമോക്കോൾ വെക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ തെർമോക്കോൾ സെറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാൻ്റെ ലീഫാണെങ്കിൽ നമ്മുടെ ഈ ഒരു മോട്ടറിലേക്കല്ല, നമ്മുടെ ഈ ഒരു ബോട്ടിലേക്കാണെങ്കിൽ ഒരു ഇത്രയെങ്കിലും അടുത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ മോട്ടറും അതേപോലെ തന്നെ ഈ ഒരു തെർമോക്കോളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയുടെ ക്ലിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ബ്ലാക്ക് വയർ വരുന്നതും അതേപോലെ നമ്മുടെ മോട്ടറിൽ നിന്ന് നമ്മൾ കണക്ഷൻ ചെയ്ത ആ ഒരു ബ്ലാക്ക് വയർ വരുന്നതും തമ്മിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിപ്പിടിച്ച് വയ്ക്കുന്നു. ഓക്കെ, നമ്മൾ കൂട്ടിപ്പിടിച്ച് വെച്ചു. മച്ചാന്മാരെ ഇനിയിപ്പോൾ ഈ റെഡ് വയർ വരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കിറ്റിൻ്റെ അകത്ത് നമുക്ക് സ്വിച്ചും കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്വിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു സ്വിച്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ചിൻ്റെ അകത്തേക്ക് നമുക്ക് കണക്ഷൻ ചെയ്തെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലിപ്പിലേക്ക് നമ്മളൊരു 9 വോൾട്ട് ബാറ്ററി ഇനിയിപ്പോൾ നമ്മൾ കണക്ഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കണം. നമ്മുടെ ബാറ്ററി നമ്മൾ ഒട്ടിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്വിച്ച് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഇവിടെ ഒന്ന് വെച്ച് നമുക്ക് ഒട്ടിക്കണം.
അപ്പം നീണ്ടേ അതും ഒട്ടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വയറൊക്കെ നമുക്ക് ഈ സ്കെയിലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഗ്ലൂ ചെയ്തൊന്ന് പിടിപ്പിക്കാം. അപ്പോൾ മച്ചന്മാരെ വേണ്ട നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനിയിപ്പോൾ ടെസ്റ്റ് അടിക്ക് എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. അപ്പോൾ നേരെ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഫാൻ വേണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എയർ വലിച്ചെടുക്കും. അപ്പം വേണ്ട അത്യാവശ്യം വലിയ പവറൊന്നുമില്ല. അപ്പോൾ മച്ചന്മാരെ ചെറിയൊരു പവറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ സാധനമാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഈ പല കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഇതിൻ്റെ അകത്ത് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വേണ്ട കുറച്ച് തെർമോക്കോളിൻ്റെ അങ്ങനെ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇഷ്ടം വരെ വേണ്ട നമ്മുടെ വാക്യൂം ക്ലീനർ ഓണാക്കി. ഇനിയിപ്പോൾ വേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു വല്ല പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കുഞ്ഞ് വാക്യൂം ക്ലീനർ വെച്ചിട്ട് നമുക്ക് വേണ്ട ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യമുള്ളൂ. അപ്പം നേരിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത ആ ഒരു നമ്മുടെ തെർമോക്കോളിൻ്റെ പീസുകളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കും, വെളിയിലേക്ക് പോകത്തില്ല. വേണ്ടേ ഇതിനിപ്പം നമ്മുടെ സ്വിച്ച് ഓഫ് ആക്കുവാണെങ്കിൽ ഇതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് 25 രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വാക്യൂം ക്ലീനർ ആയിരുന്നു നമുക്ക് അത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.